പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര മഹോത്സവത്തിന് ഫെബ്രുവരി 22-ന് കൊടിയേറും. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവം 2026 ഫെബ്രുവരി 22 മുതൽ മാർച്ച് 4 വരെ നടത്തപ്പെടും. ഭാരവാഹികളായ പ്രസിഡന്റ് KV സരസൻ, സ്കൂൾ മാനേജർ AK സന്തോഷ്, ദേവസ്വം മാനേജർ KR മോഹനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 22-ന് കൊടിയേറി. ഫെബ്രുവരി 28-ന് ഫെബ്രുവരി 22-ന് കാവടിയും തെക്കും ഭാഗവും വടക്കും ഭാഗവും സെപ്പറേറ്റ് 2 കാവടികൾ എല്ലാ വർഷവും നടത്തിപ്പോരുന്ന പോലെ ഈ വർഷം നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ മാർച്ച് 3, 4 തീയതികളിൽ പള്ളിവേട്ടയും ആറാട്ടുമായിട്ട് ഇപ്രാവശ്യം വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊടിയേറ്റ ദിവസം രാവിലെ ഉള്ള എഴുന്നള്ളിപ്പും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും, തുടർന്ന് വൈകിട്ട് 9 മണിക്കും 10 മണിക്കും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ്. അതിനുശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. കൊടിയേറ്റ ദിവസം വൈകിട്ട് 5:30 മണിക്ക് തിരുവാതിരയും 7 മണിക്ക് വിപിൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള സംഗീതാർച്ചനയും നടേശൻ മാഷിന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതാണ്. കൂടാതെ തന്നെ 10 മണിക്ക് കഥകളിയും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രതന്ത്രി NV സുധാകരന്റെയും ക്ഷേത്ര മേൽശാന്തി PK മാധവന്റെ ആഭിമുഖ്യത്തിൽ മഹോത്സവം നടത്തപ്പെടും. ഫെബ്രുവരി 22-ാം തീയതി ഞായറാഴ്ച തിരുവുത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള തൃക്കൊടിയേറ്റ് രാത്രി 9 മണിക്കും 10 മണിക്കും മധ്യേ ക്ഷേത്രതന്ത്രി NV സുധാകരന്റെ കാർമ്മികത്തിൽ നടത്തപ്പെടും. കൊടിയേറ്റ ദിനത്തിൽ കരിമരുന്ന് പ്രയോഗവും തിരുവാതിരയും കഥകളിയും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 28-ാം തീയതി ഭക്തിസാന്ദ്രമായ കാവടി ഘോഷയാത്ര നടക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ പങ്കുചേർന്ന ഘോഷയാത്ര മഹോത്സവത്തിന് ആവേശം കൂട്ടും. മാർച്ച് 3-ന് പള്ളിവേട്ട മഹോത്സവവും മാർച്ച് 4-ാം തീയതി ആറാട്ട് മഹോത്സവം നടത്തപ്പെടും. പൂയ മഹോത്സവ ദിനത്തിൽ രാവിലെ കുട്ടികളുടെ അഭിഷേക കാവടികൾ 3 ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരും. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭക്തർക്കായി പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സാംസ്കാരിക കലാപരിപാടികൾ അരങ്ങേറും. വിവിധ കലാസംഘങ്ങളുടെ പങ്കാളിത്തത്തോടെ 3 പ്രധാന വേദികളായാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളുടെ വൻ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. മറ്റൊരു പ്രത്യേകത, പൂയ മഹോത്സവത്തിന്റെ അന്ന് രാവിലെ അഭിഷേക കാവടിയുണ്ട്. കുട്ടികൾ നയിക്കുന്ന 3 ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന, അത് വലിയ പുല്ലാരിയിൽ നിന്നും ചെറിയ പുല്ലാരിയിൽ നിന്നും കടയഭാഗം എന്നീ 3 ദേശങ്ങളിൽ നിന്നാണ് കുട്ടികളുടെ അഭിഷേക കാവടി രാവിലെ 8 മണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. അന്നേ ദിവസം വൈകിട്ടാണ് ഈ 2 ഭാഗങ്ങളിൽ നിന്നും, ഒന്ന് തോപ്പുംപടി ഖണ്ഡകർണ ക്ഷേത്രത്തിൽ നിന്നും മറ്റൊന്ന് ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി എത്തിച്ചേർന്നത്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പശ്ചിമോച്ചിൽ തന്നെ ഏറ്റവും വലിയ ഈ ഒരു മഹാക്ഷേത്രമായിട്ടുള്ള ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ പ്രസാദകൂട്ടിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ഭവാനീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാനാജാതി മത. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.